ഞങ്ങൾ ജയിലിലേക്ക് പോകാം, പക്ഷേ സൈന്യത്തിലേക്കില്ല എന്ന മുദ്രാവാക്യം വീണ്ടും ഉയരുകയാണ് ഇസ്രായേലിൽ. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെ വൻ പ്രതിഷേധവുമായി യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരേദികൾ ഇസ്രായേൽ തെരുവിലിറങ്ങി. ദശലക്ഷം പേരുടെ പ്രതിഷേധം എന്ന പേരിലാണ് പരിപാടി നടന്നത്. ജെറുസലേമിന്റെ പ്രവേശന കവാടം തടസ്സപ്പെടുത്തിക്കൊണ്ട് 2 ലക്ഷത്തിലേറെ ഹരേദികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. 2024 ജൂൺ മാസത്തിലും സമാന പ്രതിഷേധമുണ്ടായിരുന്നു. അന്ന് പ്രതിഷേധക്കാർ ഉയർത്തിയ ബാനറുകളിൽ ഞങ്ങൾ ജയിലിലേക്ക് പോകാം, പക്ഷേ സൈന്യത്തിലേക്കില്ലെന്നാണ് എഴുതിയിരുന്നത്. പ്രാർത്ഥനാ റാലി എന്ന നിലയിലാണ് പുതിയ പ്രതിഷേധം പ്രഖ്യാപിച്ചതെങ്കിലും ഏകദേശം 2 ലക്ഷം പേരടങ്ങുന്ന ജനക്കൂട്ടത്തിൽ ചിലർ അക്രമാസക്തരായി. ചിലർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തത്സമയ സംപ്രേഷണത്തിനിടെ വെള്ളക്കുപ്പികളും മറ്റു വസ്തുക്കളും എറിയുകയും വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു. പോലീസ് സംരക്ഷണത്തോടെയാണ് റിപ്പോർട്ടിംഗ് തുടർന്നത്. സമരക്കാരെ പിരിച്ചുവിടാൻ ബലം പ്രയോഗിച്ചത് പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലിൽ കലാശിച്ചു. പ്രതിഷേധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചിട്ടും 100 കണക്കിന് യുവാക്കൾ നഗരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഹരേദി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച അപൂർവ റാലിയായിരുന്നു ഇസ്രായേൽ കണ്ടത്. ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണമെന്ന നിയമത്തിൽ ഹരേദി യുവാക്കൾക്ക് ഇളവുണ്ടായിരുന്നു. എന്നാൽ 2023 ജൂണിൽ ഇത് അവസാനിപ്പിച്ചു. തുടർന്ന് സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് പിന്മാറുന്നവരെ പോലീസ് വ്യാപകമായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ മാസങ്ങളിൽ 870-ലേറെ പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഹരേദി യെശീവ വിദ്യാർത്ഥികൾക്ക് സൈനിക സേവനത്തിൽ നൽകിയിരുന്ന പൂർണ്ണ ഇളവ് അവസാനിച്ചതു മുതൽ ഇസ്രായേലിൽ ഇത് തർക്ക വിഷയമാണ്. സൈന്യത്തിൽ ചേർക്കാൻ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹരേദി പാർട്ടികളായ ഷാസ്, യുണൈറ്റഡ് തോറ, ജൂദായിസം എന്നിവയുടെ എതിർപ്പ് കാരണം സഖ്യം തകരുമെന്ന ഭയത്താൽ സർക്കാർ ഇതുവരെ നിയമം പാസാക്കിയിട്ടില്ല. എന്നാൽ ഗസയിൽ വംശഹത്യ നടത്താൻ 12,000 അധിക സൈനികരെ IDF ആവശ്യപ്പെട്ടതോടെയാണ് നിർബന്ധിത സേവനത്തിന് ഹരേദികളോട് നിർദ്ദേശിച്ചത്. ഇതാണ് അറസ്റ്റിലും നാളിതുവരെ കാണാത്ത പ്രതിഷേധത്തിലും കലാശിച്ചത്.